ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് അവലും പഴവും കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി നോക്കാം. ഇത് സ്നാക്കായിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന കണ്ണൂർ സ്പെഷ്യൽ അവൽ ഇസ്തിരി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1 മിനിറ്റ് പോലും വേണ്ട, നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പരന്ന പാത്രം എടുക്കുക. ഇതിലോട്ട് നമുക്ക് കുറച്ച് അവലിട്ട് കൊടുക്കാം. അവലിന് പ്രത്യേക അളവൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ ഒരാൾക്ക് കഴിക്കാനുള്ള അളവിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അത്രയും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കട്ടിയുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. നൈസായിട്ടുള്ള അവലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഓമപ്പൊടി ഇട്ട് കൊടുക്കാം. മിക്സറിൻ്റെ അകത്ത് നീളത്തിൽ കിടക്കുന്ന ഇതുപോലത്തെ ഉള്ളതാണ്. ഇതിന് നല്ല എരിവ് കുറവാണ്. ഇത് മിക്കവാറും എല്ലാ ബേക്കറിയിലും വാങ്ങാൻ കിട്ടും. ഇനി നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പഴമാണ്. ഒറിജിനൽ റെസിപ്പിയിൽ മോറിസ് പഴമാണ് ചേർക്കുന്നത്. ഇപ്പോൾ മോറിസ് പഴം ഇവിടെ കിട്ടില്ല, അതുകൊണ്ട് ഞാൻ മോറിസ് പോലത്തെ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. മോറിസ് പഴത്തിന് നല്ല മധുരമാണ്, അതുപോലെ തന്നെ ഇതിന് നല്ല മധുരമുണ്ട്. അപ്പോൾ മോറിസ് കിട്ടാനില്ലെങ്കിൽ നല്ലവണ്ണം പഴുത്ത രസകദളി പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നിർത്താം. പക്ഷേ ഞാൻ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു. ഇനി കഴിക്കാൻ നേരത്തെ ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം. ഇത് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ചൂട് മാറിയ പാലാണ്, ഒട്ടും ചൂടില്ല. തിളപ്പിച്ച സമയത്ത് ഞാൻ ഇതിലോട്ട് പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ചൂട് പാലൊഴിക്കരുത്, എന്നാൽ അത്ര ടേസ്റ്റ് കാണില്ല. അപ്പോൾ നിങ്ങൾ പാലൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ കുറച്ച് കട്ടിയുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ സാധാരണ നല്ല നൈസായിട്ടുള്ള അവലാണ് എടുക്കുന്നതെങ്കിൽ കഴിക്കാൻ നേരത്ത് മാത്രം പാലൊഴിച്ചാൽ മതി. അല്ലെങ്കിൽ അധികമായിട്ട് കുതിർന്നു പോവും, അപ്പോൾ ടേസ്റ്റ് കാണില്ല. അപ്പോൾ കഴിക്കാൻ നേരത്ത് മാത്രം പാലൊഴിക്കുക. ഇനി കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് കട്ടിയുള്ള അവലും കൂടെ ആയതുകൊണ്ട് കഴിക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ടും കൂടെയാണ് ഇരിക്കുന്നത്. നമ്മൾ അവൽ നനച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്കായിട്ടൊക്കെ കഴിക്കാറുണ്ടല്ലേ. അപ്പോൾ അതിന് പകരം തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇനി ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ ഇനി ഉണ്ടാക്കട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.